ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ 54 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. യേശു എവിടെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം: ഒരിടത്ത്. ചോദ്യം 2. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുത്ത് വന്നതാര്? ഉത്തരം: ശിഷ്യന്മാരിൽ ഒരുവൻ. ചോദ്യം 3. എങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നാണ് ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനോട് പറഞ്ഞത്? ഉത്തരം: യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ. ചോദ്യം 4. യേശു പഠിപ്പിച്ച പ്രാർത്ഥന ആരംഭിക്കുന്നതെങ്ങനെ? ഉത്തരം: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ചോദ്യം 5. എന്തുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്നാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുകൊണ്ട്. ചോദ്യം 6. യേശു പഠിപ്പിച്ച പ്രാർത്ഥന അവസാനിക്കുന്നതെങ്ങനെ? ഉത്തരം: ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ചോദ്യം 7. സ്നേഹിതൻ അർദ്ധരാത്രി വന്ന് വായ്പ ചോദിച്ചതെന്ത്? ഉത്തരം: 3 അപ്പം. ചോദ്യം 8. അർദ്ധരാത്രി 3 അപ്പം വായ്പ ചോദിച്ചതിന് സ്നേഹിതൻ പറഞ്ഞ കാരണമെന്ത്? ഉത്തരം: ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. ചോദ്യം 9. എന്നെ ഉപദ്രവിക്കരുത്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല എന്ന് സ്നേഹിതൻ അകത്തുനിന്ന് പറഞ്ഞതെന്തുകൊണ്ട്? ഉത്തരം: കതക് അടച്ചു കഴിഞ്ഞു, കുഞ്ഞുങ്ങളും കൂടെ കിടക്കയിലുണ്ട് എന്നതിനാൽ. ചോദ്യം 10. പൂരിപ്പിക്കുക. അവൻ ഡാഷ് ആണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ ഡാഷ് നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഉത്തരം: സ്നേഹിതൻ ആണ് എന്നതിൻ്റെ പേരിൽ, നിർബന്ധം നിമിത്തം. ചോദ്യം 11. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 10-ാം വാക്യം ഉത്തരിക്കുക. ഉത്തരം: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദ്യം 12. മകൻ മീൻ ചോദിച്ചാൽ പകരമായി കൊടുക്കുകയില്ലാത്തത് എന്ത്? ഉത്തരം: പാമ്പിനെ. ചോദ്യം 13. മകന് തേളിനെ കൊടുക്കുകയില്ലാത്തത് എപ്പോൾ? ഉത്തരം: മകൻ മുട്ട ചോദിക്കുമ്പോൾ. ചോദ്യം 14. ദുഷ്ടരായ നിങ്ങൾക്ക് എന്തറിയാമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ. ചോദ്യം 15. സ്വർഗസ്ഥനായ പിതാവ് ആർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: തന്നോട് ചോദിക്കുന്നവർക്ക്. ചോദ്യം 16. യേശു ആരെയാണ് ബഹിഷ്കരിച്ചത്? ഉത്തരം: ഒരു ഊമനായ പിശാചിനെ. ചോദ്യം 17. ഊമൻ സംസാരിച്ചപ്പോൾ യേശുവിനെ പരീക്ഷിക്കാനായി ചിലർ ആവശ്യപ്പെട്ടതെന്ത്? ഉത്തരം: സ്വർഗത്തിൽ നിന്ന് ഒരടയാളം. ചോദ്യം 18. പിശാചുക്കളുടെ തലവൻ ആര്? ഉത്തരം: ബേൽസെബൂൽ. ചോദ്യം 19. എന്ത് നശിച്ചു പോകും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: അന്തഛിദ്രമുള്ള രാജ്യം. ചോദ്യം 20. എന്ത് വീണുപോകും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: അന്തഛിദ്രമുള്ള ഭവനം. ചോദ്യം 21. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നത് എവിടെ? ഉത്തരം: വരണ്ട സ്ഥലങ്ങളിലൂടെ. ചോദ്യം 22. ആശ്വാസം കണ്ടെത്താതെ വരുമ്പോൾ അശുദ്ധാത്മാവ് എന്താണ് പറയുക? ഉത്തരം: ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. ചോദ്യം 23. തിരിച്ചു വരുമ്പോൾ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുമ്പോൾ അശുദ്ധാത്മാവ് എന്തു ചെയ്യും? ഉത്തരം: അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കും. ചോദ്യം 24. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ യേശുവിനോട് ഉച്ചത്തിൽ പറഞ്ഞതെന്ത്? ഉത്തരം:
നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ചോദ്യം 25. ആരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ. ചോദ്യം 26. ഈ തലമുറ ദുഷിച്ച തലമുറയാണ് എന്ന് യേശു പറയാൻ കാരണമെന്ത്? ഉത്തരം: അടയാളം അന്വേഷിക്കുന്നതുകൊണ്ട്. ചോദ്യം 27. ആരാണ് നിനവേക്കാർക്ക് അടയാളമായിരുന്നത്? ഉത്തരം: യോന. ചോദ്യം 28. ഈ തലമുറയുടെ അടയാളം ആരാണ്? ഉത്തരം: മനുഷ്യപുത്രൻ. ചോദ്യം 29. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയിർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? ഉത്തരം: സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. ചോദ്യം 30. നിനവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയിർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? ഉത്തരം: നിനവേ നിവാസികൾ യോനായുടെ പ്രസംഗം കേട്ട് പശ്ചാത്തപിച്ചു. ചോദ്യം 31. ആരേക്കാൾ വലിയവനാണ് ഇവിടെയുള്ളത്? ഉത്തരം: സോളമനേക്കാളും യോനായേക്കാളും വലിയവൻ. ചോദ്യം 32. എവിടെയെല്ലാമാണ് വിളക്ക് കൊളുത്തി വയ്ക്കുകയില്ലാത്തത്? ഉത്തരം: നിലവറയിലോ പറയുടെ കീഴിലോ. ചോദ്യം 33. എന്തിനു വേണ്ടിയാണ് വിളക്ക് പീഠത്തിന്മേൽ വയ്ക്കുന്നത്? ഉത്തരം: അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ. ചോദ്യം 34. ശരീരം മുഴുവൻ പ്രകാശിക്കുന്നതെപ്പോൾ? ഉത്തരം: കണ്ണ് കുറ്റമറ്റതെങ്കിൽ. ചോദ്യം 35. ശരീരം മുഴുവൻ ഇരുണ്ടുപോകുന്നതെപ്പോൾ? ഉത്തരം: കണ്ണ് ദുഷിച്ചതെങ്കിൽ. ചോദ്യം 36. യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചതാര്? ഉത്തരം: ഒരു ഫരിസേയൻ. ചോദ്യം 37. ഫരിസേയൻ അത്ഭുതപ്പെട്ടത് എന്തിന്? ഉത്തരം: യേശു ഭക്ഷണത്തിനു മുൻപ് കഴുകി ശുദ്ധി വരുത്താത്തതിൽ. ചോദ്യം 38. ഫരിസേയരുടെ ശുദ്ധി എങ്ങനെയുള്ളതാണ് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. അവരുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചോദ്യം 39. ഫരിസേയർ എന്തിൻ്റെയെല്ലാം ദശാംശമാണ് കൊടുക്കുന്നത്? ഉത്തരം: അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും. ചോദ്യം 40. ഫരിസേയർ അവഗണിച്ച് കളയുന്നതെന്ത്? ഉത്തരം: ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും. ചോദ്യം 41. ഫരിസേയർ അഭിലഷിക്കുന്നതെന്ത്? ഉത്തരം: സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും. ചോദ്യം 42. നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടി അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് യേശുവിനോട് പറഞ്ഞതാര്? ഉത്തരം: ഒരു നിയമജ്ഞൻ. ചോദ്യം 43. നിയമജ്ഞർ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നത് എന്ത്? ഉത്തരം: താങ്ങാനാവാത്ത ചുമടുകൾ. ചോദ്യം 44. അവരുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് അവർ കല്ലറകൾ പണിയുമ്പോൾ അവർ ചെയ്യുന്നതെന്ത്? ഉത്തരം: പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു. ചോദ്യം 45. ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ആരാണ് ഇത് പറഞ്ഞത്? ഉത്തരം: ദൈവത്തിൻ്റെ ജ്ഞാനം. ചോദ്യം 46. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വച്ച് കൊല്ലപ്പെട്ടത് ആര്? ഉത്തരം: സഖറിയ. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സഹായ സഹകരണങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.